അസ്സലാമലൈക്കും. ഹായ് പറഞ്ഞേ. ഈദ് മുബാറക്ക് പറ എല്ലാവരോടും. ഈദ് മുബാറക്ക്. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിന്റെ ഈദ് മുബാറക്ക്. ഈദ് മുബാറക്ക്. എല്ലാവരും ഈദൊക്കെ എങ്ങനെയുണ്ട്? ഞങ്ങളിപ്പോ ജസ്റ്റ് ഫുഡ് കഴിച്ച് ഫുഡ് കഴിച്ചിട്ടില്ലല്ലേ, രാവിലത്തെ ചായ ഒക്കെ കുടിച്ച് ഇപ്പൊ ഞങ്ങൾ ഫോട്ടോഷൂട്ടിന് പോവാണ്. പെരുന്നാൾ പറഞ്ഞാല് ശരിക്കും ഡ്രസ് ഇടുക, ഫോട്ടോ എടുക്കുക, ഇതൊക്കെ തന്നെ മെയിൻ പരിപാടി. പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടോ? പരിപാടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വിചാരിക്കും. ഐശ്വര്യ ഞങ്ങൾ ഡ്രസ്സൊക്കെ കാണിച്ചു തരാം കേട്ടോ, കംപ്ലീറ്റ് ഔട്ട്ഫിറ്റും കാര്യങ്ങളും കാണിച്ചു തരാം. ഐശ്വര്യ ഡ്രസ്സൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യിച്ചാട്ടോ, നല്ല വൃത്തിക്കാര് ചെയ്ത് തന്നിട്ട്. ഐശ്വര്യ ഡ്രസ് എങ്ങനെയുണ്ട്? സൂപ്പർ ആണോ? സൂപ്പറാണ്. ഇതാട്ടോ നമ്മുടെ ഐശ്വര്യ ഡ്രസ്സ്, പെരുന്നാൾ ഡ്രസ്സ്. ഇത് ത്രെഡ് ഡിസൈൻ ബൈ നോഫ എന്ന് പറഞ്ഞ പേജിൽ നോഫത്തെ എനിക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നെയാണ്, കസ്റ്റമൈസ് ചെയ്ത് തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതൽ നന്നായിട്ടുണ്ട്. ആൾ അത്ര അടിപൊളിയായിട്ടാണ് ചെയ്ത് തന്നിട്ടുള്ളത്. നല്ല ഫിറ്റ്, നല്ല കംഫർട്ടബിൾ ആയിരുന്നു. കാരണം ഇത് കോട്ടൺ മെറ്റീരിയൽ, അപ്പോൾ ബേബിക്ക് ഇട്ടപ്പോഴും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ബ്ലേസർ, കുഞ്ഞ് സ്കേർട്ട്. ഇവിടെ എലത്തൂരാട്ടോ ഉമ്മയും പപ്പയും താമസിക്കുന്നത്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഇവിടെയാണ് നമുക്കൊരു ഷോപ്പുള്ളത്, ഗാർഡൻ ഉള്ളത്, നമ്മുടെ ഓഫീസൊക്കെ ഇവിടെയാണുള്ളത്. അപ്പോൾ അവിടെ തന്നെയാണ് ഉമ്മയും പപ്പയും താമസിക്കുന്നത്. അപ്പോൾ ഐശ്വര്യ പെരുന്നാൾ ദിവസം വേറെ ആരും കണ്ടിട്ടില്ല. അപ്പോൾ ഓളെങ്ങനെ ഇതിലൊക്കെ കാണുമ്പോൾ അവരുടെയൊക്കെ എങ്ങനെയായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഓളെ നമ്മൾ ആദ്യമേ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് കൊടുക്കുന്നത്. നമ്മൾ പിന്നെ ഞാനും അഫയൊക്കെ പിന്നെ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് പിന്നെ ഫോട്ടോഷൂട്ടിനൊക്കെ പോയത്. ആരാണ്? പപ്പക്ക് കാണിച്ചെടുക്കോ, പപ്പക്ക് മമ്മക്കോ? ഐഷു ആണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവൾക്ക് ആ ബാഗ് കൊടുത്തപ്പോൾ കണ്ണടയൊക്കെ വെച്ചപ്പോൾ വേറെ എന്തൊക്കെയോ അവളെ നമ്മൾ ചെയ്യുന്നുണ്ടെന്നൊരു ഫീലായിട്ട് അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഇതാ നമ്മൾ മെയിൻ സംഭവങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഉമ്മാൻ്റെ ചട്ടിപ്പത്തിരിയുണ്ട്, കല്ലുമ്മക്കായ ഉണ്ട്, സമൂസ ഉണ്ട്. നമുക്ക് കല്ലുമ്മക്കായ ഇല്ലാത്തൊരു പെരുന്നാളില്ലാത്ത ഇതൊന്നും ഇല്ലാത്ത. ആഫി എപ്പോഴും പറയും ആഫിക്ക് കല്ലുമ്മക്കായ കിട്ടിയില്ലെങ്കിൽ അത് പെരുന്നാളിലൊരു ഫീലേ ഉണ്ടാവില്ല. പിന്നെ ക്യാരറ്റും സേമിയയും വെച്ചിട്ടുള്ള പായസം ഉണ്ട്. പിന്നെ ഇതാ ചിക്കൻ ബിരിയാണി. കല്ലുമ്മക്കായ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ ആദ്യം പോയത് ഗുജറാത്തി സ്ട്രീറ്റിലേക്കാട്ടോ, കോഴിക്കോടുള്ള. കണ്ടില്ല, ഇതുപോലത്തെ നല്ല കളർഫുൾ ആയിട്ടുള്ള വാൾസ് ഉണ്ട്. അപ്പോൾ അത് ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് ഐഷുവിൻ്റെ ഫോട്ടോ എടുത്താൽ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ, അങ്ങനെ വിചാരിച്ച് പോയതാട്ടോ. പക്ഷേ നല്ല വെയിലായിരുന്നു, നമുക്ക് മര്യാദയ്ക്ക് ഇരുന്നിട്ട് ബേബിനെ വെച്ചിട്ട് എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. പിന്നെ ഇതാണ് എൻ്റെ പെരുന്നാൾ ഡ്രസ്സ്. ഞാൻ ഇത് ഷോപ്പിംഗ് വ്ലോഗിൽ കൊയങ്കോ സ്ട്രീറ്റിലുള്ള കൊയങ്കോ ബസാറിലുള്ള ഒരു വെയർ ഹൗസ് എന്ന് പറഞ്ഞുള്ള ഷോപ്പ് കയറിയത് ഓർമ്മയുണ്ടോ? അവിടെ നിന്ന് എടുത്തട്ടോ ഇത്. പിന്നെ അഡീഷണൽ ആയിട്ട് അത് ഞാൻ കുറച്ച് ലേസസൊക്കെ കൊടുത്തിട്ടുണ്ട്. അതും ഒരു ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് മേടിച്ചാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം, എൻ്റെയും മോളുടെയൊക്കെ ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ചെയ്യണേ. നമ്മൾ ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് അതിൽ അപ്ലോഡ് ചെയ്യും. പെരുന്നാക്കായി എത്ര ഉണ്ടായിച്ചു? 500 കുറവൊന്നും വാങ്ങൂല അറിയും. ഇനി കണ്ണട വെച്ചോ, ഇനി പപ്പനോട് പോയി പറയും മണി 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 പറയും. പപ്പ താന്ന് പറയും. ഐഷു
പക്ഷെ പപ്പ താ പറയും. ഐശു അങ്ങനെ അത്യാവശ്യം പെരുന്നാൾ പൈസയൊക്കെ കൈക്കലാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളൊക്കെ ചെറുപ്പകാലത്ത് പെരുന്നാൾ പറഞ്ഞാൽ തന്നെ ഡ്രസ്സ് ഇടുക, പിന്നെ എന്താ കുറേ പെരുന്നാൾ പൈസ കിട്ടും എല്ലാവരുടെ അടുത്തും. അപ്പോൾ ശരിക്കും അതൊക്കെ മിസ് ചെയ്യുന്നു. നമ്മളൊക്കെ വേറെ സ്റ്റേജിലെത്തിയല്ലോ. ഇനി ഇതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നന്ദി പോവാണ്. നന്ദിയിൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആഫിൻ്റെ ഉമ്മാൻ്റെ സ്വന്തം വീടാണ്, ഇവരെ തറവാടാണ്. അപ്പോൾ അവിടെ പോവാണ്. അവിടെ വല്യപ്പയും വല്യമ്മയും പിന്നെ അമ്മമാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവാട്ടോ. ഉച്ചയ്ക്ക് ശേഷം അതായിരുന്നു പരിപാടി. അവിടെ പോവുക, പിന്നെ അവിടെ ചുറ്റുപാടും ഒരുപാട് റിലേറ്റീവ്സിൻ്റെ അവിടെ വീട്ടിലൊക്കെ ഒന്ന് പോകണമല്ലോ. പെരുന്നാളിലൊക്കെ അല്ലേ നമ്മളിങ്ങനെ വിസിറ്റ് ചെയ്യുള്ളൂ. എന്നാ സംസാരിച്ചോ, മാനസത്തിന് ബന്ധനോ. സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. 30 19 അടിപൊളി. അപ്പൊ ഈദ് വ്ളോഗൊക്കെ വരും. പച്ചേ ഈദ് മുബാറക്. ഈദ് മുബാറക്. ഈദ് മുബാറക്. ഈദ് മുബാറക്. പത്ത് ഇതാട്ടെ നമ്മുടെ ഐശുവിന്റെ സെക്കൻഡ് ഔട്ട്ഫിറ്റ്. ഇതൊക്കെ മേടിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇത് കാക്കയാണോ? ഐശുവിൻ്റെ പെരുന്നാൾ ഡ്രസ്സിൻ്റെ ഷോപ്പിംഗ് വ്ലോഗ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണേ. അങ്ങനെ ഇതാ അവിടെ നമ്മൾ ഇറങ്ങിയിട്ട് നേരെ തിക്കോടി ബീച്ചിലേക്കാണ് പോയത്. അവിടെ അടുത്താണ് തിക്കോടി ബീച്ച്. അപ്പോൾ ജിപ്സിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ഓപ്പൺ ആയിട്ടിരുന്ന് പോകാൻ നല്ല രസമല്ലേ ബീച്ചിൽ കൂടെ. ഡ്രൈവിംഗ് ബീച്ചാണല്ലോ. അപ്പോൾ എല്ലാവരെയും കൂട്ടിയിട്ട് അമ്മോനുണ്ട്, അമ്മായി ഉണ്ട്, പിന്നെ വല്യമ്മ ഉണ്ട്, പിന്നെ നമ്മളൊക്കെ. പിന്നെ അവിടുന്ന് ബീച്ചിൽ നമ്മൾ ഇഷ്ടംപോലെ ആളുകളെ കണ്ടിട്ടോ. നല്ല തിരക്കായിരുന്നു, എന്തോരം ജനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മളെ കുടുംബക്കാരും കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ നമുക്ക് അവിടുന്ന് കാണാൻ പറ്റി. ഒരുപാട് ആൾക്കാർ വീട്ടിലൊന്നും പോകാതെ അങ്ങനെ രക്ഷപ്പെട്ട്. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ നമ്മുടെ ഒരു കുഞ്ഞ് ഈദ് ആഘോഷം എന്ന് പറയുന്നത്. എന്നാലും കഴിഞ്ഞ 2 വർഷങ്ങളെ അപേക്ഷിച്ചിട്ട് ഇപ്രാവശ്യത്തെ ഈദ് ഭയങ്കര ഉഷാറായിരുന്നു കേട്ടോ. കാരണം 2 കൊല്ലമായിട്ട് നമുക്ക് അടുത്ത വീട്ടിലേക്കോ ആർക്കോ കുടുംബക്കാരടുത്തേക്കോ ഒന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇപ്രാവശ്യം ഒന്നും അല്ലെങ്കിൽ നമുക്ക് എല്ലാവരെയും കാണാൻ പറ്റി, എല്ലാവരും ഒരു കൂടെ നിന്നിട്ട് ആഘോഷിക്കാനൊക്കെ പറ്റി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും.